ഒരു യാത്രക്കിടയിൽ പരിചയപ്പെട്ട മനുഷ്യരെ ഓർമ്മയുണ്ടോ? അവർ പറഞ്ഞിട്ടുള്ള കഥകളും അനുഭവങ്ങളും ഓർമ്മയുണ്ടോ? മൊബൈൽ ഫോണ് ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം നിങ്ങൾ എത്ര മനുഷ്യരെ യാത്രക്കിടയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? ഞാനിതിപ്പോ പറയാനൊരു കാരണമുണ്ട് കേട്ടോ. കുറച്ചു മുമ്പ് കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ ഫാമിലി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ട്രെയിനിലാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് 2 സന്യാസിനിമാരാണ്. അവർ ഉത്തരേന്ത്യയിലുള്ള ആശ്രമത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സന്ദർശനം കഴിഞ്ഞിട്ട് വേണം അവർക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഹിന്ദി അത്രയധികം അറിയില്ലെങ്കിൽ പോലും അവരുമായിട്ടുള്ള സംസാരത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. മാത്രമല്ല, അതിനിടയിൽ ഞങ്ങൾ മറ്റൊരു ലേഡിയെ പരിചയപ്പെട്ടു. ആദ്യം നമ്മൾ വിചാരിച്ചു മലയാളിയാണെന്നാണ്. പക്ഷെ അവർ ശരിക്കും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളാണ്. നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് കേരളത്തിലാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ മലയാളം നല്ല ഫ്ലുവൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് അവര് പിന്നെ ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള 3 വിഭാഗം ആളുകൾ അവിടെ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കഥകളും അനുഭവങ്ങളും പറയാൻ തുടങ്ങി. ഞങ്ങൾ കേരളത്തിലെ വിശേഷങ്ങൾ പറഞ്ഞു, അവർ ഉത്തരേന്ത്യയിലെ വിശേഷങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചിട്ടും സ്കൂളിനെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞു. ഒടുവിൽ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ എവിടെയോ ഒരു കണക്ഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി. ഇപ്പോഴും എനിക്ക് അവരെ നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഒരു യാത്രക്കിടയിൽ മൊബൈൽ ഫോൺ കുറച്ചു നേരം മാറ്റി വെച്ചപ്പോൾ എന്തൊക്കെ തരം ജീവിതങ്ങളെയാണ് നമ്മൾ അടുത്തറിഞ്ഞത്, ഏതൊക്കെ തരം മനുഷ്യരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും മനുഷ്യർ ഓരോരുത്തരും സഞ്ചരിക്കുന്ന ഓരോ പുസ്തകങ്ങളാണ് എന്നുള്ള ആ വാക്കുകൾ അന്വർത്ഥമാകുന്നത്. പലപ്പോഴും മൊബൈൽ ഫോൺ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആണ്. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിന് നമ്മൾ വാല്യൂ കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ കുറച്ചു നേരം അത് മാറ്റിവെച്ച് നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യരോട് സംസാരിച്ചു നോക്കൂ, അത് നമുക്ക് നൽകുന്ന ഇമ്പാക്റ്റ് വേറെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.